ഹലോ. അപ്പോൾ ആൻഡമാൻ ട്രിപ്പിൻ്റെ പാർട്ട് 2 ആണ് ഇത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സെല്ലുലാർ ജയിലിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സെല്ലുലാർ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഓട്ടോ പിടിച്ചാണ് നമ്മൾ സെല്ലുലാർ ജയിലിലേക്ക് പോകുന്നത് കേട്ടോ. പോകുന്ന വഴി നമ്മൾ കാണുന്ന ഈ അങ്ങാടിയൊക്കെ നമ്മളെവിടെയൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട് നമുക്കിപ്പോൾ മലപ്പുറം, കോഴിക്കോട് ഒക്കെ ഉള്ള നാടുകളിൽ കാണുന്ന ചെറിയ ചെറിയ അങ്ങാടികളൊക്കെ പോലെ തോന്നി. ചിലയിടത്ത് വലിയ അങ്ങാടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തെങ്ങും കവുങ്ങും നമ്മളിവിടെ കാണുന്ന മരങ്ങളും എല്ലാം നമുക്കൊരു വേറെ നാട്ടിൽ പോയൊരു ഫീലൊന്നും പ്രത്യേകിച്ച് തോന്നിയില്ല. ശരിക്കും നമ്മുടെ നാട് പോലെ തന്നെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ സ്ഥലങ്ങളും കണ്ടു. തിരൂർ ബസ്സിലൊക്കെ ഉണ്ടായിരുന്നു. തിരൂർ, കാലിക്കറ്റ്, മഞ്ചേരി ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ പോയി നാട് കടത്തപ്പെട്ടവർ അവിടെയുള്ള സ്ഥലങ്ങൾക്ക് ചിലപ്പോൾ ആ പേരുകൾ തന്നെ കൊടുത്തതായിരിക്കും. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ സെല്ലുലാർ ജയിലിൻ്റെ മുൻപിലെത്തിയിട്ടുണ്ട്. സെല്ലുലാർ ജയിൽ അഥവാ കാലാപാനി എന്നാണ് ഇവിടേക്ക് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുൻഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഓട്ടോ ഇറങ്ങി. അപ്പോൾ ഈ ഫ്രണ്ട് ഏരിയ ഇങ്ങനെ മൊത്തം കാണുവാണ്. ഇത് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കാണ് കേട്ടോ ഈ ഫസ്റ്റ് ഭാഗം കാണുന്നത്. അതായത് ബ്രിട്ടീഷുകാരും പിന്നെ ജയിലർമാരായിട്ടുള്ള മറ്റു വലിയ ഉദ്യോഗസ്ഥരൊക്കെ താമസിച്ചിരുന്ന അവരുടെ ഓഫീസൊക്കെ ഉണ്ടായിരുന്നത് ഈ ഫ്രണ്ട് ബിൽഡിങ്ങിലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു വിഷമം പോലെയാണ്. നമുക്കിത് മൊത്തം കാണുമ്പോഴും അങ്ങനെ തന്നെ ഒരു ഫീലായിരുന്നു. ഒരുപാട് പേര് ദുരിതം അനുഭവിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു സ്ഥലം. അതിന് വേണ്ടിയിട്ട് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയ സ്ഥലം. ഇന്ത്യൻ ഫ്ലാഗ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കണ്ടപ്പോൾ അഭിമാനം തോന്നി. എത്ര വർഷങ്ങളുടെ അവരുടെയൊക്കെ വീര പോരാട്ടത്തിൻ്റെ അല്ലെങ്കിൽ ജീവൻ ത്യജിച്ച പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇന്ത്യൻ ഫ്ലാഗ് അതിൻ്റെ മുൻപിൽ എത്തിയല്ലോ ഏറ്റവും മുകളിലായിട്ട്. അപ്പോൾ ഞാനങ്ങനെ അതിനുള്ളിലേക്ക് കടക്കുകയാണ്. ഈ ഒരു ബ്ലോക്കിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. ഇതിൻ്റെ രണ്ട് സൈഡിലും മ്യൂസിയമാണ്. ലാസ്റ്റ് ഭാഗത്ത് ഞാൻ ആ മ്യൂസിയത്തിനുള്ളിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എൻറ്റർ ചെയ്തിരിക്കുകയാണ്. ഓരോ ഭാഗവും ഇങ്ങനെ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിറയെ ചെയറുകളിട്ട് ദൂരെ കാണുന്ന ഭാഗം ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണിക്കുന്ന സ്ഥലമാണ് കേട്ടോ. രാത്രിയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടാവും. ലേസർ ലൈറ്റ് ഉപയോഗിച്ചിട്ട് മൊത്തം അന്നത്തെ സ്റ്റോറീസൊക്കെ അവർ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു കെടാവിളക്കുണ്ട്. കെടാവിളക്ക് 2 ഉണ്ട്. അതൊക്കെ ഇവിടെ വീരമൃത്യു വരിച്ച ആ പോരാളികളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും അണയാത്ത രീതിയിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് കാണുന്നുണ്ട് എല്ലാവരും ഇരുന്ന് കാണുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണുന്ന ഭാഗം. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ ചാട്ടവാറടി കൊടുക്കുന്ന ആ ഒരു മോഡലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾ ഈ മൊത്തം ജയിലിലുള്ളവരെയും കാണിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ശിക്ഷ നടപ്പാക്കുന്നതെന്നാണ് പറഞ്ഞു കേട്ട്. അപ്പോൾ ഇവിടെ തന്നെ ഈ ബ്ലോക്കുകൾ കാണുമ്പോൾ തന്നെ ഒന്നിൻ്റെ ഫ്രണ്ടേജ് മറ്റൊന്നിൻ്റെ ബാക്കിലേക്കാണ് ഫേസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ തന്നെ ഒരു ഭാഗത്തുള്ളവർക്ക് മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനോ അവരെ കാണാനോ പറ്റാത്ത പോലെയായിരുന്നു. പിന്നെ ഇത് 7 വിങ്ങുകളാണ് ഇങ്ങനെയുള്ളത്. ഈ 7 വിങ്ങും കൂടെ ബന്ധിച്ചിട്ടുള്ളത് ഈ വാച്ച് ടവറിലേക്കാണ്. നടുവിലൊരു വാച്ച് ടവറും ചുറ്റിനും ഇങ്ങനെ 7 വിങ്ങുകളായിട്ട് കടലിലേക്ക് എത്തുന്ന പോലെയൊക്കെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ആർച്ച് പോലെ കാണുന്ന ഓരോ ഭാഗവും പിന്നെ ഇരുമ്പഴികൾ വെച്ച് ബന്ധിച്ചിട്ടുണ്ട് കേട്ടോ. ഇരുമ്പഴികളാണ് അതെല്ലാം. അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗവും ഇങ്ങനെ ചുറ്റുഭാഗവും ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയാണ്. ഈ കാണുന്ന ബിൽഡിംഗ് അവരുടെ പണിപ്പുരയാണെന്ന് പറഞ്ഞത്. പഴയ കാലത്ത് തടവുകാരെ കൊണ്ട് ജോലികൾ ചെയ്യിപ്പിച്ചിരുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഓരോ വിങ്ങിലേക്കും നമ്മൾ വാച്ച് ടവറിനുള്ളിലൂടെയാണ് കടക്കാനുള്ള വഴി. പക്ഷേ ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് ചെയ്തതായിരിക്കും. ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ട് ഇതിലൂടെ കയറാവുന്ന പരുവത്തിൽ ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കയറി ജയിലിൻ്റെ ഓരോ ഭാഗവും കാണുവാണ്. ഈ 7 വിങ്ങിനും ഓരോ വിങ്ങിനും 3 നിലകളായിട്ടാണ് കേട്ടോ ഉള്ളത്. 3 നിലകളിലും ആയിട്ടാണ് ജയിലുകളുള്ളത്. ഒരു നിലയിലാണ് ഇപ്പോൾ നമ്മൾ താഴത്തെ നിലയിലാണ് ഉള്ളത് ഒരു വിങ്ങിൻ്റെ. അപ്പോൾ ജയിലുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഒരു കുടസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. വളരെ കുറഞ്ഞ വീതിയുള്ള അങ്ങനെയുള്ളൊരു ജയിലാണ്. വെൻറ്റിലേഷന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഹോളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലൊക്കെ നമുക്കിതാ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. ചില ജയിലുകളും ജയിൽ റൂമുകൾ ഇങ്ങനെയും അല്ല. ഇതിപ്പോൾ ബ്ലോക്ക് നമ്പർ 7.
ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ഞാനൊന്ന് നോക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര സൂത്രശാലികളായിട്ടുള്ള ആളുകൾ, ഭയങ്കര ഐഡിയപരമായിട്ടാണ് ഇത് അവർ ചെയ്തിട്ടുള്ളത്. കാരണം ഇതൊരിക്കലും അവർക്ക് അപ്പുറത്തുനിന്ന് തുറക്കാൻ കഴിയില്ല എന്നുള്ള പോലെ, ഒരിക്കലും അത് നമ്മൾ തള്ളിയാൽ പോലും അല്ലെങ്കിൽ അതിൻ്റെ ലോക്കിൻ്റെ കീ കിട്ടിയാൽ പോലും അവർക്കത് തുറക്കാൻ കഴിയില്ല. കാരണം അത് അപ്പുറത്താണ് അതിൻ്റെ ലോക്ക് കിടക്കുന്നത്. ഈ ഓടാമ്പൽ എന്ന് നമ്മൾ പറയുന്ന ആ സംഭവം കിടക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഓടാമ്പൽ ചെയ്തിട്ടാണ് ഇവിടെ അത് ലോക്കായി കിടക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ അവർ ഇത്രയും ആലോചിച്ചാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇഷ്ടികയാണ് കേട്ടോ, ഇഷ്ടിക വെച്ചിട്ടാണ് ഇത് മൊത്തം ബിൽഡ് ചെയ്തിട്ടുള്ളത്. തടവ് പുള്ളികളെ കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ടുള്ളതെന്നാണ് പറയണത്. പിന്നെ ബർമയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചുടുകട്ടകളാണ് ഇത്ര ഇത്. ഇതുകൊണ്ട് തന്നെയാണ് മേൽക്കൂരയും എല്ലാം അവർ എല്ലാ ഭാഗവും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആർക്കിടെക്ചർ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അത്രയും വർഷങ്ങൾക്ക് മുമ്പല്ലേ, അത്രയും നന്നായി ചെയ്തിട്ടുണ്ട്. അതും വളരെ ഐഡിയപരമായിട്ടാണ് ഇതിൻ്റെ ഓരോ ഭാഗവും ചെയ്തിട്ടുള്ളത്. ഒരിക്കലും തടവുകാർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ആണ് ഇതിൻ്റെ ഓരോ ഭാഗത്തെ നിർമ്മിതിയും. തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ടവരുടെ സെല്ലായിരുന്നു കേട്ടോ ഇത്. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ കാണുന്നത് അവർ തൂക്കുമരത്തിനടുത്തേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ്. തൂക്കുമരമൊക്കെ ഇവിടെയാണുള്ളത്. ഗാലോസ് എന്ന് പറഞ്ഞിട്ട് ഇതാ കാണുന്നുണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട്. നേരെ നമ്മൾ കാണാൻ പോകുന്നത് അതാണ്. അപ്പോൾ അതിൻ്റെ വിശദീകരണം എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവർ തൂക്കിക്കൊല്ലുന്ന ആ ഒരു ഭാഗം, അതെല്ലാം കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. അതിൻ്റെ ഓരോ മുക്കും മൂലയിലും നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നു. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരെക്കുറിച്ച് നമ്മൾ ശരിക്കും ആലോചിച്ച് പോകുന്നു. നമ്മുടെ സ്വാതന്ത്ര്യം, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എത്ര പേരുടെ ദുരിതവും കണ്ണീരും പ്രയാസങ്ങളും സഹനങ്ങളും ആണെന്ന് നമ്മൾ ശരിക്കും തിരിച്ചറിയുന്നുണ്ട് ഇവിടെ നമ്മൾ നടക്കുമ്പോഴെല്ലാം. ഇവിടെ ഈ ഒരു വൈറ്റ് പാർട്ടിൽ ആൾ നിന്നിട്ട് ഇവിടെ അവരത് തൂക്കുകയറിട്ടിട്ട് വലിക്കുമ്പോൾ താഴേക്ക് വീഴുന്ന പോലെയാണ്. ആ താഴെ ഭാഗത്ത് അത് തുറന്ന് അവർ താഴേക്കാണ് തൂങ്ങി ഉണ്ടാവുക. പിന്നെ ഇത് ലാസ്റ്റ് റിച്വലിനുള്ള ഒരു ഏരിയ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ കൊണ്ടുവന്നതിന് മുമ്പ് അവിടെ നിർത്തും, എന്നിട്ട് അവരെ കാണിക്കുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെവിടെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഇതാണ് ആ ഒരു പണിപ്പുരയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ തന്നെ കാണാം അവരുടെ ഏതൊക്കെ രീതിയിലാണ് അവരെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നതെന്നുള്ളതിൻ്റെ മാതൃകയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓയിലുണ്ടാക്കുന്ന, അതായത് വെളിച്ചെണ്ണ ഉണ്ടാക്കിക്കുന്ന സംഭവമാണത്. ഇതിലാട്ടിയാണ് അവരെ കൊണ്ട് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കിയത്. ഓയിൽ മില്ലെന്നാണ് ഇപ്പോൾ അവർ അതിന് പേര് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒരു ദിവസം തന്നെ 1000കണക്കിന് തേങ്ങ പൊതിച്ചിട്ട് അതിൽ നിന്ന് വെളിച്ചെണ്ണ അവർ ചക്കിലാട്ടി ഉണ്ടാക്കണം. അത് പറഞ്ഞ പോലെ ആയില്ലെങ്കിലോ ഒന്ന് ക്ഷീണം കാണിച്ചാലോ അവർക്ക് ചാട്ടവാറടി നന്നായി കിട്ടുമായിരുന്നു എന്നാണ് പറയണേ. അത്തരം വിഷമങ്ങളൊക്കെ അനുഭവിച്ചത് അവർ സ്വാതന്ത്ര്യ സമര സേനാനികളായതിൻ്റെ പേരിലായിരുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ബ്രിട്ടീഷുകാരോട് എതിർത്ത് നിന്നവരെയൊക്കെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണ് അവർക്ക് ഇത്രയും ക്രൂരമായ പീഡനങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഓരോ ഭാഗവും അതിൻ്റെ മോഡൽസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ചാട്ടവാറടി കൊടുക്കുന്ന ആ ഒരു ഇതാണത്. പിന്നെ അവരുടെ വിലങ്ങുകൾ, എങ്ങനെയുള്ള വിലങ്ങുകളൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഷോ ചെയ്യിച്ചിട്ടുള്ളത്. ഓരോരുത്തരുടെ വിലങ്ങും വ്യത്യസ്ത രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ ശിക്ഷ, അവരുടെ കുറ്റങ്ങൾക്കനുസരിച്ചുള്ള ശിക്ഷക്കനുസരിച്ചുള്ള അവരുടെ വിലങ്ങുകളാണ് അതെല്ലാം. ഇത് ആ സമയത്ത് അവരെ കൊണ്ട് എടിയിപ്പിക്കുന്ന ഡ്രസ്സാണെന്നാണ് പറയണത്. അവർക്ക് പണിഷ്മെൻ്റായിട്ട് കൊടുക്കുന്ന ഡ്രസ്സ്, ചാക്ക് കൊണ്ടുള്ള ഒരു ഡ്രസ്സ് പോലെ. ഓരോരുത്തരുടെ വിലങ്ങും വ്യത്യസ്തമാണ്. ചിലർക്ക് നടക്കാൻ പോലും പറ്റാത്ത, അടുപ്പിച്ച് വെക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വിലങ്ങുകൾ വരെയുണ്ട്. ഇത് ആൻഡമാനിലെ ഒരു മ്യൂസിയം ആണ്. ആൻഡമാനിലല്ല, നമ്മുടെ സെല്ലുലാർ ജയിലിലെ ആൻഡമാനിൽ തന്നെ
സെല്ലുലാർ ജയിലിലെ ഒരു മ്യൂസിയം ആണ്. മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഗാലറി എന്ന് പറയാം. ഒരുപാട് ഫോട്ടോസ്, ആ കാലഘട്ടത്തിലുള്ള ഒരുപാട് ഫോട്ടോസ് ഇവിടെ ഉണ്ട്. ഓരോ ഫോട്ടോസും നമ്മളിങ്ങനെ സൂം ചെയ്ത് എടുത്ത് നോക്കി വായിച്ച് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദൈർഘ്യമുള്ള വീഡിയോ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനത് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. അവിടെ ക്ലീൻ ചെയ്യുന്നവരും മറ്റുമൊക്കെ ഉണ്ട്. ഇവരെ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ആ ലേഡിയുടെ ഡ്രസ്സ് ശരിക്കും ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു ഡ്രസ്സ് പോലെ തോന്നി. അപ്പോൾ ജസ്റ്റ് അവരെ ഒന്ന് എടുത്തുന്നേ ഉള്ളൂ, ആ ഒരു ഫാമിലീനെ. പിന്നീട് നമ്മളിങ്ങനെ ഓരോ ഭാഗവും കണ്ടു പോയി. പിന്നെ വീർ സവർക്കറുടെ സെല്ലിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അഭിഭാഷകനും കവിയും എഴുത്തുകാരനും രാഷ്ട്രീയ പ്രവർത്തകനും എല്ലാമായിരുന്ന വീർ സവർക്കർ ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഉള്ള പോരാട്ടത്തിൽ തന്നെയാണ് പിന്നെ ജയിലിൽ അടക്കപ്പെട്ടത്. 50 വർഷത്തെ ജയിൽ ശിക്ഷയുമായിട്ടാണ് വീർ സവർക്കർ ഇവിടെ എത്തിയതെന്നാണ് പറഞ്ഞത്. പക്ഷേ 10 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് ഇവിടെ 10 വർഷത്തിന് ശേഷം അത് പിന്നെ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി. അവിടെ രത്നഗിരി ജയിലിലാണ് പിന്നീട് വീർ സവർക്കറെ പിന്നെ ആക്കിയതെന്നാണ് പറയുന്നത്. പിന്നീട് അവിടുന്ന് 3 വർഷത്തിന് ശേഷം മാപ്പപേക്ഷ എഴുതി കൊടുത്ത് മോചിതനായി എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സെല്ലിലാണ് വീർ സവർക്കർ കിടന്നിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കയറുമ്പോൾ തന്നെ വീർ സവർക്കറുടെ ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. നന്നായി ഗോൾഡൻ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു കുടിസ് മുറിയിലായിരുന്നു 10 വർഷത്തോളം അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പുതപ്പുകളും പാത്രങ്ങളൊക്കെയാണ് ഇവിടെ. അദ്ദേഹം കിടന്നിരുന്ന ആ ഒരു ഭാഗമാണ് ആ ഒരു ബ്ലാക്ക്, അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കട്ടിൽ പോലെ അങ്ങനെ ഉള്ളത്. ഈ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ അദ്ദേഹം കിടന്നിരുന്ന അദ്ദേഹത്തിൻ്റെ പേരും ഓർമ്മകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വിനായക് ദാമോദർ സവർക്കർ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമാണ്. അദ്ദേഹം ജനിച്ചതും മരിച്ചതും ദിവസങ്ങളും എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നു. വിസിറ്റേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ പോയതായതുകൊണ്ട് ഫസ്റ്റൊന്നും അത്ര വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഫലകം, നല്ല ഗോൾഡൻ ഫലകത്തിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും പിന്നെ പേരും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമുക്കിങ്ങനെ ദൂരെയുള്ള എല്ലാ ഭാഗങ്ങളുമായിട്ട് ഇങ്ങനെ ഇതിൻ്റെ കോമ്പൗണ്ടും മൊത്തം ഇങ്ങനെ കാണുന്നുണ്ട്. മനസ്സ് വേദനിച്ചുകൊണ്ടും വിഷമിച്ചുകൊണ്ടും അല്ലാണ്ട് നമുക്കിതിലൂടെ നടക്കാനേ പറ്റുന്നില്ല കേട്ടോ. ആ ഒരു ഹോള് കണ്ടത് ഭക്ഷണം കൊടുക്കാനുള്ളതായിരിക്കാം എന്ന് തോന്നി. കാരണം എല്ലാത്തിനും ഉണ്ട് അങ്ങനെ ഒരു ഭാഗം. ഇതിങ്ങനെ ചിലപ്പോൾ തുറന്നിട്ടായിരിക്കാം അവർക്ക് ഫുഡ് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഭയങ്കര വിഷമം തോന്നിപ്പോകുന്ന ഒരു കാഴ്ച തന്നെയാണിത്. പിന്നെ അന്നത്തെ കാലത്ത് അന്നത്തെ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഓരോ ഭാഗത്തുനിന്ന്, ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് വന്നവരുടെയും പേരുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാഴ്ചകൾ കഴിഞ്ഞു. വാച്ച് ടവറിന് മുകളിലേക്കൊന്ന് കയറി നോക്കി.
വാച്ച് ടവറിൽ നിന്ന് കാണുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു ബിൽഡിങ്സ് എല്ലാം ഹോസ്പിറ്റലാണ്, അവിടുത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കാണുമ്പോൾ അത് അതിൻ്റെ എല്ലാം മുകൾ ഭാഗം, അതിൻ്റെ ടെറസ് ഭാഗം കാണുന്നുണ്ട്. ഇതിപ്പോൾ 3 മാത്രമേ ബാക്കിയുള്ളൂ. 7 വിങ്ങിലിപ്പോൾ ഈ 3 വിങ് മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ബാക്കി 4 വിങ്ങുകളും 1941 ഒരു ഭൂകമ്പം ഉണ്ടായിട്ട് കെട്ടിടങ്ങൾക്കൊക്കെ പിന്നീട് നന്നാക്കാൻ പറ്റാത്ത അത്രയും കേടുപാടുകൾ സംഭവിച്ച കാരണം എല്ലാം പൊളിച്ച് നീക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ 3 മാത്രമാണ് ബാക്കിയുള്ളത് കേട്ടോ. ദൂരെ ആ കാണുന്നതാണ് റോസ് ഐലൻഡ്. ഇവിടെ ഈ ഐലൻഡിലായിരുന്നു ബ്രിട്ടീഷുകാർ അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് അവരുടെ ആഘോഷങ്ങളും ജീവിതമൊക്കെ അവരവിടെ ആയിരുന്നു. അവരവിടെ ആഡംബരമായിട്ടുള്ള അവരുടെ ജീവിതവും നടത്തിക്കൊണ്ടിരിക്കുകയും ഇവിടെ ഇവർ ഇന്ത്യക്കാരെ ഇങ്ങനെ ജയിലിലാക്കുകയും ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ടെറസിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ ടെറസിൽ ഒരുപാട് പറവുകാരുണ്ടാവും, കാവൽക്കാർ. അവർക്ക് ദൂരെ നിന്ന് ഇവിടേക്ക് വരുന്ന കപ്പലുകളോ അതിക്രമിച്ച് കയറുന്നവരെയൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്ന പോലെയാണ് ഇതിൻ്റെ നിർമ്മിതി. 1893 കേട്ടോ ഈ ഒരു ജയിൽ നിർമ്മാണം തുടങ്ങിയത്. 1906 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. അവിടുന്ന് 2 വർഷം കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തുടങ്ങിയതെന്നാണ് പറയണത്. ഇതൊരു പാലമാണ്. ഓരോ വിങ്ങിലേക്കും നമ്മൾ ആ ഒരു വാച്ച് ടവറിൽ നിന്ന് ഒരു പാലം കടന്നാണ് ഓരോ വിങ്ങിലേക്കും വരുന്നത്. ഈ പാലം ഉയർത്തി വെക്കാവുന്നതായിരുന്നു എന്നാണ് പറയണത് മുൻപെല്ലാം. അപ്പോൾ രാത്രി ഈ പാലം ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ ആർക്കും പിന്നീട് ഓരോ വിങ്ങിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള യാതൊരു വഴിയും ഉണ്ടായിരിക്കില്ല. അത് ഒറ്റപ്പെട്ട പോലെ ആയിരിക്കും ഓരോ വിങ്ങും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മട്ടുപ്പാവിലൂടെ ഇങ്ങനെ നടന്നു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ദൂരേക്കുള്ള കാഴ്ച നന്നായി കാണാൻ കഴിയുന്നുണ്ട്. അന്നൊന്നും ചിലപ്പോൾ ഇങ്ങനെ മരങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം അവർക്ക് ആ ഒരു വിസിബിലിറ്റി കിട്ടാവുന്ന തരത്തിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ടെറസിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൂരെ നിന്ന് തന്നെ എന്ത് വരുന്നുണ്ടെങ്കിലും അതുപോലെ ആരെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും ഒക്കെ ഇവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന പോലെ തന്നെയാണ്. ഒരുപാട് പേര് ആ കാലഘട്ടത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കാരണത്താൽ തന്നെ അവർ പിടിക്കപ്പെടുകയും തൂക്കിലേറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ക്രൂരമായ പീഡനം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരൊരുപാട് പേര് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അത്രേ. ഞാൻ ഇത് കണ്ടതിന് ശേഷം, അതായത് ഈ സെല്ലുലാർ ജയിൽ കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നുകൂടെ കാലാപാനി സിനിമ കണ്ടു കേട്ടോ. കാലാപാനി മൂവി ഇത് കണ്ടതിന് ശേഷം കാണുമ്പോൾ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് ചാട്ടവാറടി കൊടുക്കുന്ന ആ ഒരു ഫ്രെയിം. അതവിടെ ഷോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ പാലമാണ് ഞാൻ പറഞ്ഞത്, ഓരോ വിങ്ങിലേക്കും കണക്ട് ചെയ്യുന്ന പാലം. ഈ പാലമാണ് ഉയർത്തി വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഇത് ഏറ്റവും പഴയ അതേ രീതിയിൽ തന്നെയുള്ള ജയിലാണ് കേട്ടോ. മുമ്പ് ഇങ്ങനെ ആയിരുന്നു ജയിൽ എന്നാണ് പറയണത്. ഇതുപോലെ കുമ്മായൊക്കെ അടിച്ചിട്ടുള്ള ഇങ്ങനെ. പിന്നീട് അതിന് ശേഷം ഈ കുമ്മായെല്ലാം അടർത്തി മാറ്റി ഈ ഇഷ്ടികകൾ മാത്രമായിട്ട് പോളിഷ് ചെയ്ത് ഇപ്പോൾ റെഡിയാക്കി ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ മുമ്പ് കണ്ട ആ ഒരു സ്ട്രക്ചറിൽ വെച്ചതാണ് അത്രയും.
റെപ്ലിക്ക ഓഫ് സെല്ലുലാർ ജയിൽ, സെല്ലുലാർ ജയിലിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണിത്. ഇതുപോലെയാണ് ശരിക്കും സെല്ലുലാർ ജയിലിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ. കാരണം ഇതുപോലെ ഇങ്ങനെ 7 വിങ്സായിട്ടും നടുവിൽ ഈ ഒരു വാച്ച് ടവറും ശരിക്കും അഭിനന്ദിക്കപ്പെടേണ്ട ഒരു എന്താ പറയുക ആർക്കിടെക്ചർ തന്നെയാണ് അത്. അത്രയും വർഷങ്ങൾക്ക് മുൻപ് അവരുടെ ബുദ്ധിയിൽ വന്ന ഒരു ബിൽഡിംഗ് ആണല്ലോ, ഈ ഒരു രീതിയാണല്ലോ. അപ്പോൾ ശരിക്കും അങ്ങനെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പക്ഷേ അത് ഇത്രയും ക്രൂരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴും അവിടെ നരകയാതന അനുഭവിച്ചവരെ കുറിച്ച് ഓർക്കുമ്പോഴും ഒന്നും നമുക്കൊരിക്കലും അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് സത്യം. തിരിച്ചിറങ്ങുന്ന വഴിയാണ്. നമ്മളൊന്നുകൂടെ ആ ദീപസ്തംഭമൊക്കെ കാണുന്നു. അപ്പുറത്തൊരു സ്തൂപമൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ആ ഓർമ്മകളും ഇവിടെ മുഴുവൻ നടക്കുമ്പോൾ മുഴുവൻ വിഷമം മാത്രമായിരുന്നു. ഒരിക്കലും നമുക്കൊന്ന് ഒരു ഫോട്ടോക്ക് പോലും ഒരു ചിരിച്ച് ഫോട്ടോ എടുക്കാൻ പോലും ഉള്ളൊരു അവസ്ഥ വരുന്നില്ലായിരുന്നു. ഭയങ്കര വിഷമം വരികയാണ്. ഓരോ ഭാഗവും നമ്മളിങ്ങനെ മനസ്സ് വല്ലാണ്ട് നീറി പുകയുന്ന പോലത്തെ അവസ്ഥയായിരുന്നു കേട്ടോ. പുറത്തേക്ക് ഇറങ്ങുന്ന ഈ മെയിൻ ബ്ലോക്കിൻ്റെ 2 സൈഡിലും മ്യൂസിയങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് ആ മ്യൂസിയം ഒന്ന് പോയിട്ട് കണ്ടിട്ട് തിരിച്ചിറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം ഒരു സൈഡിലേക്കുള്ള മ്യൂസിയമാണ് കാണാൻ വേണ്ടി കയറിയത്. ഇവിടെയും അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപം ശരിക്കും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടേജും ഉൾഭാഗങ്ങളും ഓരോ വിങ്ങിൻ്റെ 2 വിങ്ങിൻ്റെ ഗ്യാപ്പിലൊക്കെ കാണുന്ന ഈ ഒരു ഏരിയാസൊക്കെയാണ് അവരുടെ പണിപ്പുരകൾ. അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നതൊക്കെ ഇവിടെയായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അവരുടെ ആ ഒരു വാച്ച് ടവറിൽ നിന്ന് നോക്കിയാൽ തന്നെ ഇവർ ചെയ്യുന്ന വർക്കെല്ലാം കറക്റ്റായിട്ട് കാണാൻ പറ്റുമായിരുന്നു. അവരുടെ ജയിലിലെ യൂണിഫോമും മറ്റുമൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ അവരുടെ കഴുത്തിലിട്ടിരുന്ന ആ ഒരു കുരുക്ക്, ഓരോ ജയിൽ പുള്ളികൾക്കുണ്ടാവുന്ന കുരുക്കും അതിൽ അവരുടെ ഒരു ടാഗും ഉണ്ടായിരുന്നു, അവരുടെ പേര് എഴുതിയിട്ടുള്ള. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഓരോരുത്തരും അവരുടെ ജയിലർമാർ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സും മറ്റും എല്ലാം വെച്ചിട്ടുണ്ട്. ജയിലിൻ്റെയൊക്കെ ലോക്കാണെന്ന് തോന്നുന്നു കേട്ടോ. ലോക്കും കീയും എല്ലാം അവിടെ അവർ ഷോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പിക്ചർ മരം വലിക്കുന്ന ആളുകളെ കാണുന്നത് അന്നൊക്കെ ഇത്രയും ഭാരിച്ച ജോലികളായിരുന്നു അവരെ കൊണ്ട് ചെയ്യിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ പിക്ചറാണത്. ശരിക്കും അടിമവേല ചെയ്യുന്ന പോലെ തന്നെ ആയിരുന്നു. ഒരു സൈഡിലെ മ്യൂസിയം കടന്ന് നമ്മൾ നെക്സ്റ്റ് സൈഡിൽ ഇപ്പുറത്തെ സൈഡിലെ മ്യൂസിയത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ എല്ലാം ധീരയോദ്ധാക്കളുടെ ഫോട്ടോസും കാര്യങ്ങളും മറ്റുമാണ്. അതിൻ്റെ വിശദവിവരങ്ങളും മറ്റുമെല്ലാമാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെയൊക്കെ ഫോട്ടോസും അവരുടെയൊക്കെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ അവിടെ നിന്നും തിരിച്ചിറങ്ങി. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ രുചി എത്രമാത്രം പേരുടെ
കയ്പുനീരും കഥനകഥകളും നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ എല്ലാം മനസ്സുകൊണ്ട് സ്മരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി.